കണ്ണൂരിൽ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംഘടിപ്പിച്ച കലക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുത്ത 100 നഴ്സസിനെതിരെ കേസെടുത്ത് കണ്ണൂർ ടൗൺ പോലീസ്. SIയുമായി വാക്കുതർക്കമുണ്ടായ വിജിൻ MLAക്കെതിരെ പക്ഷേ കേസെടുത്തിട്ടില്ല. ഉദ്ഘാടന പ്രസംഗത്തിനിടെ മൈക്ക് പിടിച്ചു വാങ്ങിയ SIക്കെതിരെ വിജിൻ MLA കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തു. സജോ ദേവസ്യ തന്നെയാണ് ഈ വാർത്തയും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. സജോ, നേരത്തെ LDF കൺവീനർ EP ജയരാജന്റെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. വിജിന്റെ ഭാഗത്ത് MLAയുടെ ഭാഗത്ത് പിഴവുകളൊന്നും ഉണ്ടായിട്ടില്ല, ക്രമസമാധാന പാലനത്തിന് ഉള്ള അതിന്റെ ഭാഗമായിട്ടുള്ളൊരു ഇടപെടൽ മാത്രമാണ് വിജിൻ MLA നടത്തിയതെന്നാണ്. നഴ്സുമാർക്കെതിരെ എന്ത് കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? വിജിൻ MLA ഒഴിവാക്കപ്പെട്ടത് എങ്ങനെ? ഗോപികൃഷ്ണൻ, ഇന്നലെയാണ് KGNAയുടെ കലക്ടറേറ്റ് മാർച്ച് നടന്നത്. മാർച്ചിനിടെ പ്രവർത്തകർ കലക്ടറേറ്റ് വളപ്പിനുള്ളിൽ പ്രവേശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് ഇടപെടലും അതിൽ പോലീസ് SI അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി വിജിൻ MLA SIയോട് തട്ടിക്കയറുകയും കയർക്കുകയും ഒക്കെ ചെയ്ത സംഭവവും ഉണ്ടായത്. അതിന് പിന്നാലെ കണ്ടാലറിയാവുന്ന 100 പ്രവർത്തകർക്കെതിരെയാണ്, അതായത് നഴ്സുമാർക്കെതിരെ അവിടെ സമരം ചെയ്യാനെത്തിയ കണ്ടാലറിയാവുന്ന 100 പേർക്കും അവരുടെ ഈ സംഘടനയുടെ ഭാരവാഹികൾക്കുമെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലക്ടറേറ്റ് വളപ്പിൽ അതിക്രമിച്ച് കയറൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ MLAയെ ഒഴിവാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇക്കാര്യത്തിൽ പക്ഷേ പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നത്, അതായത് പിണറായി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഭരണകക്ഷി MLAമാർക്ക് പോലും രക്ഷയില്ല എന്നൊരു വിമർശനം വന്നു. പക്ഷേ അങ്ങനെ പറയാനുണ്ടാക്കിയ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് SI തന്നെയാണ് എന്ന് നേതാക്കൾ ഒന്നടങ്കം പറയുന്നു. വിജിനെ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജനും ഒപ്പം LDF കൺവീനർ EP ജയരാജനും പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. പ്രകോപനം ഉണ്ടാക്കിയത് SI ആണ് എന്നുകൂടി ഈ നേതാക്കളൊക്കെ തന്നെ പറയും. നേരത്തെ വിജിനും സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർക്ക് അവിടെ ആരെല്ലാം വരും, അതിൻ്റെ ഉദ്ഘാടകൻ ആരാണ്, MLA ആരാണ് എന്ന് പോലും അറിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് പ്രസംഗം നടക്കുമ്പോൾ ചോദിക്കുന്നു, പ്രസംഗം നടക്കുമ്പോൾ മൈക്ക് തട്ടിപ്പറിക്കുന്നു. അങ്ങനെ വളരെ ലളിതമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തെ, അതായത് വിജിൻ തന്നെ പുറത്തേക്ക് സമരം മാറ്റേണ്ടതല്ലേ എന്ന് അദ്ദേഹം സമരക്കാരോട് തന്നെ ചോദിച്ചിരുന്നു. അത് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അത് വളരെ ലളിതമായി സമരം പുറത്തേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തെ വലിയ തോതിൽ മോശമാക്കി വഷളാക്കുകയാണ് ചെയ്തത്. അത് എതിരാളികൾക്ക് വടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. പോലീസിനെ മോശപ്പെടുത്തുന്നതിനും പോലീസിനകത്ത് തന്നെ ബോധപൂർവമായ ശ്രമമുണ്ട്. അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ നടപടി വേണം എന്നുകൂടി, അതായത് SIക്കെതിരെ നടപടി വേണം എന്നൊരാവശ്യമാണ് CPIM കണ്ണൂരിൽ ഉന്നയിക്കുന്നത്. അതായത് തുടർച്ചയായി പറഞ്ഞാൽ പോലീസിനെതിരെ കണ്ണൂരിലെ CPIM കലഹിക്കുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അത് പഴയങ്ങാടിയിലെ സംഭവമായാലും വിജിന് നേരിട്ട അനുഭവമാണെങ്കിലും യഥാർത്ഥത്തിൽ വിജിനെ അപമാനിക്കുന്ന നടപടിയാണ് SIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വളരെയധികം മോശമായ പെരുമാറ്റം ഉണ്ടായി എന്ന് പറയുകയും ഒക്കെ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. കാരണം ആ ഘട്ടത്തിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് ലളിതമായി പരിഹരിക്കാമായിരുന്നു. പക്ഷെ അത് വഷളാക്കിയതിൽ പോലീസിനും SIക്കും പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. അതേസമയം ഈ വിഷയം SIയോട് അടക്കം കയർക്കുന്നു, പോലീസിനോട് വാക്പോരൊക്കെ നടക്കുന്നു. അത് മറ്റു രീതിയിലും വ്യാഖ്യാനിക്കപ്പെടാം. സ്വാഭാവികമായും അത്തരം വിമർശനങ്ങളും ചർച്ചകളും മറ്റൊരു ഏതായാലും കണ്ണൂരിൽ ഇപ്പോൾ പോലീസിനെതിരെ വിമർശനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഇപ്പോൾ സജോ നൽകിയത്. വിജിനെതിരെ കേസ് ഇല്ല. അതേസമയം തന്നെ ഇന്നലെ പ്രതിഷേധിച്ച നഴ്സുമാർക്കെതിരെ പോലീസ് കേസെടുക്കും. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.